ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാധനം വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി. നമ്മൾ പൂള, കപ്പ, കൊള്ളി എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മുടെ നാട്ടിലേക്കൊക്കെ പൂള എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ അതാ നല്ല പുറംഭാഗം നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഈ ഒരു അടിപൊളി സ്നാക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ പൂള എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് നല്ല രീതിക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഈ ഒരു രീതിക്ക് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് നെടുവേ കീറിയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു വലുപ്പത്തിൽ ഇതുപോലെ ഒന്ന് കീറിയെടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് ഇതുപോലെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊരു ഉടച്ചെടുക്കാൻ പാകത്തിന് വെന്ത് കിട്ടണം കേട്ടോ. ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് അടുപ്പിൽ വെച്ചിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല രീതിക്ക് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുക. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്ത് റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഞാനിതാ ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. തീരെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ, അതായത് ഇതിൻ്റെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഉടച്ചൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടകൾ, ഒരു മരം പോലെ നിൽക്കുന്ന ഭാഗമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാനിത് അതുപോലെ ഒന്ന് എടുത്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഉടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് തന്നെ ഒരു പാകത്തിന് ഉപ്പ് അതിലുണ്ടാവും. പിന്നെ ഒരു 1/2 ടീസ്പൂണ് അളവിൽ പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഒരു 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇപ്പം കുറച്ച് ഉപ്പിൻ്റെ പോരായ്മ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ മൊത്തത്തിൽ മിക്സാക്കി എടുത്ത് ഇത് നമുക്ക് കയ്യിലിട്ട് പരത്തിയെടുക്കാൻ അല്ലെങ്കിൽ ഉരുട്ടിയെടുക്കാൻ ആ ഒരു ഭാഗത്തിന് വേണം കേട്ടോ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് പരിവാണ്. ഇനി കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവുക. എന്നിട്ട് നമ്മൾ അടുപ്പിൽ ഓയിലൊന്ന് ചൂടാക്കാൻ വെക്കുകയും ചെയ്യുക. കയ്യിലൊന്ന് ഓയിൽ തടവിയതിന് ശേഷം നമുക്കിതിന്ന് ഓരോ ബോൾസ് ആക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവുന്ന സമയം കൊണ്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പാക്കി എടുക്കുക. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു മോഡലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫോർക്ക് സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ഡിസൈൻ പോലെ വരുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇത് വേറൊരു രീതിയിൽ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗിലേക്ക് നേരെ ഈ ഒരു മാവ് നേരെ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുക. അപ്പം അതും അടിപൊളി തന്നെയാണ്. പിന്നെ ഇപ്പോൾ പൈപ്പിംഗ് ബാഗ് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിനൊന്നും ട്രൈ ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അത് നല്ലൊരു ഈസി മെത്തേഡാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അല്ലെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ ബോൾസ് ആക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ഇതുപോലെ റെഡിയാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് തന്നെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നേരെ എണ്ണയിൽ നിന്നിങ്ങനെ കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ബാച്ചും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൂളയൊക്കെ നമ്മളെ വീട്ടിൽ അധിക ദിവസങ്ങളിലും ഉണ്ടാകുന്നൊരു സാധനമാണല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയാണ്. നമ്മളതിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. എന്നാൽ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. എന്നിട്ട് നേരെ നമ്മളൊരു പ്ലേറ്റിലേക്ക് തന്നെ സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ അതായത് ഇതിൻ്റെ ഉൾഭാഗം നിങ്ങൾക്ക് കാണാം, പുറം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ട് നല്ല വെന്ത് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.